ഞാൻ ഇന്ന് വിസ്മയ മോഹൻലാലിന്റെ തുടക്കം എന്ന സിനിമ കണ്ടിരുന്നു. എല്ലാവർക്കും അറിയാം, ഒരു സ്റ്റാർ കിഡ്സിന്റെ ഒരു ലോഞ്ച് പാഡാണിതെന്ന് അറിയാമായിരുന്നു. പക്ഷേ ട്രെയിലർ നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊരു എന്തൊരു ഉദ്വേഗജനകമായിട്ടുള്ള ഒരു സംഭവങ്ങൾ നടക്കുന്നുള്ളൊരു ഒരു അതുകൊണ്ട് തന്നെയാണ് സിനിമ കാണാൻ എന്നെ പ്രേരിപ്പിച്ചത്. സിനിമ തുടങ്ങി ആദ്യ പകുതി മുഴുവനും നല്ല രീതിയിൽ ഗ്രിപ്പിംഗ് ആയിട്ട് പോയി. കാരണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള ചില കുറെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പം നമുക്ക് എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് കിട്ടാൻ അറിയാനുള്ള ഒരു ആകാംക്ഷയും കാര്യങ്ങളും അതങ്ങനെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഹാഫ് പോയിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു പ്ലോട്ട് അവിടെ സെറ്റ് ആയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ. സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോഴത്തേക്കും പിന്നീട് ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു കുറച്ചൊരു സമയം കഴിയുമ്പോഴത്തേക്കും പിന്നീട് നമുക്ക് മനസ്സിലാവും ഇത് കഥ ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനത്തെ രീതിയിലായിരിക്കും കഥ പോയി അവസാനിക്കുന്നതെന്ന്. അപ്പം പ്രത്യേകിച്ച് യാതൊരു ട്വിസ്റ്റോ അല്ലെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ഒന്നും ഇല്ലാതെ ഒരു പ്ലെയിനായിട്ട് പോയ ഒരു അനുഭവമായിരുന്നു സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ. പിന്നെ ലാലേട്ടൻ്റെ എൻട്രി തീർച്ചയായിട്ടും അത് തിയേറ്ററിൽ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. സംഭവം പുള്ളിക്ക് വേണ്ടി ഒരു എഴുതി ചേർത്ത ഒരു ടെംപ്ലേറ്റ് സംഭവം ആണെങ്കിൽ കൂടെ പുള്ളി വരുമ്പോഴത്തേക്കും പുള്ളിയുടെ ആ ഒരു ഓൺ സ്ക്രീനിലുള്ള ഒരു ഗ്രേസ് കാര്യങ്ങൾ ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ആ ഒരു പോർഷനിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനി അഭിനയത്തിന്റെ കാര്യം വരുവാണെങ്കിൽ ഇതിപ്പം കുറച്ച് കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഇത് നടക്കുന്നത്. അപ്പം കുറെ അതുപോലെ തന്നെ കുറെ ക്ലീശിയ കഥാപാത്രങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് സിനിമയിൽ കാണുന്നത്, അതായത് ചൊറിയാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവരുന്ന കുറച്ച് കഥാപാത്രങ്ങൾ അത് റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുമ്പോഴത്തേക്കും റിപ്പീറ്റഡ് ആയിട്ട് അവരെ കൂടി ഇങ്ങനെ പറയിപ്പിക്കുമ്പോഴത്തേക്കും അതൊരു മീൻസ് ഒരു 1 ടൈം 2 ടൈം ഓക്കെ, അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും, അതായത് ഒരു കഥാപാത്രത്തിനെ ഇങ്ങനെ ഹൈപ്പ് ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മറ്റേ സൈഡിൽ നെഗറ്റീവ് കുറെ എലമെന്റ്സ് വേണമല്ലോ. അപ്പൊ അങ്ങനെ രീതിയിൽ ഇങ്ങനെ കുത്തിക്കയറ്റിയ കുറെ സീക്വൻസസ് കാര്യങ്ങളുണ്ടായിരുന്നു. ഈ വിസ്മയ മോഹൻലാലിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരത്തി ഓൾറെഡി ഒരു മാർഷൽ ആർട്സിൽ ട്രെയിൻഡ് ആണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ ഒരു രംഗങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഒരു എഴുച്ചുകെട്ടില്ലാത്ത രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. കുറെ രംഗങ്ങൾ, ആക്ഷൻ രംഗങ്ങളും എല്ലാം. എന്നാൽ അഭിനയത്തിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവാനുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു ചില ഇമോഷണൽ രംഗങ്ങൾ ചിലതൊക്കെ നല്ല രീതിയിൽ ഒരു ആർട്ടിഫിഷ്യൽ ഒരു നാടക ലെവൽ മീൻസ് നമുക്ക് ഒരു അമച്വർ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഉള്ള ഒരു ഫീലിങ്സ് ഒക്കെ തന്നെയായിരുന്നു. പിന്നെ ത്രൂ ഔട്ട് പുള്ളിക്കാരത്തിയുടെ 1-2 എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന് ഇളിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു എക്സ്പ്രഷൻ, പിന്നെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ, ഈ 2 എക്സ്പ്രഷനാണ് ത്രൂ ഔട്ട് ഈ പുള്ളിക്കാരത്തി കൊണ്ടത്. അപ്പം അത് എനിക്ക് അറിയില്ല, അപ്പം സംവിധായകൻ അത് ഓക്കെ ആണെന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം അങ്ങനെ പോയത്. പിന്നെ നമ്മുടെ അങ്ങനെ ഇനി കൂടുതൽ പറഞ്ഞാൽ പിന്നെ അത് സ്പോയിലേഴ്സ് ആയിപ്പോ. എന്തായാലും ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ്. പക്ഷെ അത് സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോഴത്തേക്കും അത് കുറച്ചൊന്ന് അഴിഞ്ഞുപോയി. ആ ഒരു ഉദ്വേഗജനകമായിട്ടുള്ള കാര്യങ്ങൾ ആയത് പോയിരുന്നു. പിന്നെ ഇത് സ്റ്റാർ കിഡിന്റെ ഒരു ലോഞ്ചിങ് പാഡാണ്. അപ്പൊ പിന്നെ അവരുടെ ഫാമിലി, അവരുടെ സ്വന്തം ഇത്, അപ്പൊ അവർക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ അഭിപ്രായം പറയുന്നത് നമ്മളെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലുള്ളതാണല്ലോ. അപ്പം എനിക്കൊരു ആവറേജ് സിനിമ സെക്കൻഡ് ഹാഫ് അവസാനം കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് 1 ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നുന്നത്.